പെരിയാറിലേക്ക് വ്യവസായശാലകൾ മാലിന്യമൊഴുക്കിയതിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിനും വീഴ്ച. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകും. വ്യവസായശാലകൾക്ക് ഭൂമി അനുവദിക്കുമ്പോഴുള്ള വ്യവസ്ഥകൾ ലംഘിക്കുമ്പോഴും നടപടികളില്ല. ഏലൂർ എടയാർ വ്യവസായ മേഖലയിൽ 280ഓളം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഉള്ളത് വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രമാണ്. ഭൂരിഭാഗം കമ്പനികളും പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് നിർമ്മാണ അറ്റകുറ്റപ്പണികളുടെ ചുമതലയുള്ള റോഡിനടിയിലൂടെയാണ് കമ്പനികൾ മഴവെള്ളം ഒഴുക്കാനുള്ള പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. റോഡ് നിർമ്മാണ സമയത്ത് തന്നെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ അറിവോടെ പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതിലൂടെ മാലിന്യം ഒഴുക്കുന്നത് കണ്ടെത്താനോ വ്യവസായശാലകൾക്ക് ഭൂമി അനുവദിക്കുമ്പോൾ വയ്ക്കുന്ന നിബന്ധനകൾ ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ നടപടികൾക്കോ ജില്ലാ വ്യവസായ കേന്ദ്രം തയ്യാറാകുന്നില്ല. ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾക്കൊപ്പം കമ്പനികൾ തമ്മിലുള്ള ദൂരപരിധി നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ 2 വീടുകൾ അടുത്തടുത്ത് നിർമ്മിക്കുമ്പോഴുള്ള ദൂരപരിധി പോലും പാലിക്കപ്പെടുന്നില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ജലസേചന വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയ്ക്കെല്ലാം ഒരുപോലെ വീഴ്ചയുണ്ട്. കാനയിലൂടെ ശുദ്ധീകരിക്കാത്ത കരിയോയിൽ കലർന്ന ജലം പെരിയാറിലേക്ക് ബുധനാഴ്ച പുലർച്ചെ മുതൽ ഒഴുക്കിയത് പരിസ്ഥിതി പ്രവർത്തകർ കണ്ടെത്തിയിരുന്നു. ഇവർ പ്രതിഷേധിച്ചപ്പോൾ PCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും മാലിന്യമൊഴുക്കിയ CG ലൂബ്രിക്കൻസ് എന്ന സ്ഥാപനത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മാലിന്യമൊഴുക്കുന്ന കൂടുതൽ കമ്പനികളിൽ പരിശോധനയ്ക്ക് PCB തയ്യാറായിട്ടില്ല. രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയിരുന്നു. ജനം, കൊച്ചി.